ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ വൈകുന്നേരം ഒരു 3:45 ആയിട്ടുണ്ട്. ഞാനും പൊന്നുസും കൂടി യുവക്കുട്ടീനെ കരാട്ടെ ക്ലാസ്സിൽ നിന്ന് വിളിക്കാനായിട്ട് പോവുകയാണ്. ചൊവ്വാഴ്ച ദിവസമാണ് കരാട്ടെ ക്ലാസ്. അപ്പോൾ സ്കൂൾ കഴിഞ്ഞിട്ട് നേരെ അവരങ്ങോട്ട് കരാട്ടെ ക്ലാസ്സിലോട്ട് വിടും. സ്കൂളിൽ തന്നെയാണ്. അപ്പോൾ ഞങ്ങൾ പോയി വിളിക്കാൻ വേണ്ടി പോവുകയാണ്. ഓട്ടോ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ 4 മണിക്ക് ആണ് ഓട്ടോ വരുള്ളൂ. അപ്പോൾ അതിന് മുമ്പ് ഞങ്ങൾ റെഡിയായി ഒരു ചായയും കൂടി വെച്ച് കുടിക്കാമെന്ന് വിചാരിച്ചു. ചായ ഇതുവരെ കുടിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇല്ലെങ്കിൽ 2:45 ആകുമ്പോൾ ഞാൻ ചായ കുടിക്കുന്നതാണ്. ഓരോ പണികളിലായിരുന്നു. ഓട്ടോ വരുന്നതിന് മുമ്പ് നമുക്ക് ചായ വെച്ച് കുടിക്കാം. ഞാൻ ചായ വെച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും പൊന്നൂസ് എന്നെ അന്വേഷിച്ച് വന്നതാണ്. പോകാറായില്ലേ എന്നൊക്കെ ചോദിക്കാൻ വേണ്ടി വന്നതാണ് പുള്ളിക്കാരിക്ക് ഇങ്ങനെ റെഡി ആയിരിക്കണമെന്നൊന്നും അധികം ഇഷ്ടമല്ല. റെഡി ആയാൽ അപ്പം തന്നെ പോകണം, അങ്ങനത്തെ സ്വഭാവക്കാരിയാണ്. ഞാൻ അങ്ങനെ ആസ്വദിച്ച് ചായ കുടിക്കട്ടെ. പിന്നെ പൊന്നൂസിന് ചായ ഒന്നും കൊടുക്കാറില്ല കേട്ടോ. അതുകൊണ്ട് പൊന്നൂസിന് കയ്യിൽ ഇച്ചിരി സോസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കാരണം അവൾ ഹാപ്പി ആവട്ടെ എന്ന് വിചാരിച്ചു. ഞാൻ മധുരം കഴിക്കുമ്പോൾ അവൾ ഇച്ചിരി മധുരം കഴിക്കട്ടെ എന്ന് വിചാരിച്ചു. എനിക്ക് വെറും ചായ കുടിക്കാനാണ് ഇഷ്ടം. അതും ചൂടോടുകൂടി കുടിക്കാനാണ് ഇഷ്ടം. എരിവുള്ള മിച്ചറൊക്കെ ഇരിപ്പുണ്ട്, പക്ഷെ എനിക്കത് ഇഷ്ടമല്ല. അങ്ങനെ തോന്നുമ്പോൾ മാത്രമേ കഴിക്കുള്ളൂ. ഇപ്പോൾ പടയെന്ന് ചായ കുടിക്കാൻ പോവാണ്. അപ്പോൾ പൊന്നൂസിന് ഇച്ചിരി സോസ് കയ്യിലിട്ട് കൊടുത്തായിരുന്നു. കാരണം ഞാൻ മധുരം കുടിക്കുമ്പോഴത്തേക്ക് അവൾക്കും എന്തെങ്കിലുമൊക്കെ കഴിക്കാനൊക്കെ തോന്നുമല്ലോ, അല്ലെങ്കിൽ എന്നോട് ചായ ചോദിക്കും. അതുകൊണ്ട് ഞാൻ ഇച്ചിരി സോസ് ഇട്ട് കൊടുത്തേക്കാണ്. അതാകുമ്പോൾ ചായ കുടിക്കണമെന്നുള്ള തോന്നലൊന്നും വരില്ലല്ലോ. അപ്പോൾ അവളതും നക്കിക്കൊണ്ടൊക്കെ ഇരിക്കുകയാണ്. അങ്ങനെ ഞാൻ ചായ കുടിച്ചു കഴിഞ്ഞു. 4 മണിയായി. ഓട്ടോ പൊക്കത്ത് വന്നിട്ടുണ്ടാവും. ഞാൻ പൊന്നൂസും കൂടി അങ്ങോട്ട് ഇറങ്ങുകയാണ്. 4 മണിക്ക് ഞങ്ങൾ ഇറങ്ങണമെന്നേ ഉള്ളൂ. 4:30 ക്ലാസ് കഴിയുള്ളൂ. പക്ഷേ ഇച്ചിരി നേരത്തെ അങ്ങോട്ട് പോകണമെന്നേ ഉള്ളൂ. കാരണം വേറെ ഒന്നുമല്ല, ഇച്ചിരി ലേറ്റ് ആയി കഴിഞ്ഞാൽ കുട്ടി ഭയങ്കര ടെൻഷൻ അടിക്കും. അങ്ങനത്തെ സ്വഭാവക്കാരിയാണ്. അപ്പോൾ ഇച്ചിരി നേരത്തെ പോയി നിന്നാൽ അവൾ ഹാപ്പി ആയിരിക്കും. അങ്ങനെ ഞങ്ങൾ ഓട്ടോയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. പൊന്നൂസ് ഭയങ്കര ഹാപ്പിയിലാണ്. എന്തൊക്കെയോ കോപ്രായങ്ങൾ ഇങ്ങനെ കാട്ടിയിട്ട് ചിരിക്കുകയാണ്. ഭാഗ്യത്തിന് ഗേറ്റ് അടയൊന്നും കിട്ടിയില്ല. അതുകൊണ്ട് കറക്റ്റ് സമയത്തിന് ഞങ്ങൾക്ക് എത്താൻ സാധിച്ചു. എന്നിട്ട് ഞങ്ങൾ ചേച്ചിയുടെ സ്കൂളിലെത്തി. ഇനി കരാട്ടയുടെ ഹാളിലോട്ട് പോവുകയാണ്. പൊന്നൂസ് തന്നെ സ്റ്റെപ്പൊക്കെ കയറിക്കോളാമെന്ന് പറഞ്ഞ് വലിയ ആൾ കളിച്ച് പോയതാണ്. സ്റ്റെപ്പ് കയറി കതച്ചപ്പോഴത്തേക്കും പൊന്നൂസ് അവിടെ ഇരുന്ന് റെസ്റ്റ് എടുത്തു. അപ്പോൾ ഞാനും വെയിറ്റ് ചെയ്തു അവൾ വരാനായിട്ട്. നേരെ നോക്കിയപ്പോഴത്തേക്കും ചേച്ചിയുടെ സ്കൂൾ ഗ്രൗണ്ടാണ് അവിടെ. അപ്പോൾ അവൾ കൈ ചൂണ്ടി കാട്ടുകയാണ്. അവിടെ പാർക്കിൽ പിള്ളേരൊക്കെ ഇരുന്ന് കളിക്കണയൊക്കെ ഉണ്ടായിരുന്നു, വലിയ വലിയ പിള്ളേർ. അപ്പോൾ അവളത് കൈ ചൂണ്ടി കാട്ടുകയാണ്. അങ്ങനെ ഞങ്ങൾ റെസ്റ്റൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ചേച്ചിയുടെ കരാട്ടെ ഹാളിലോട്ട് പോയി. കരാട്ടയുടെ ഹാളിലോട്ട് പോയി കഴിഞ്ഞാൽ പുള്ളിക്കാർ വെറുതെ ഇരിക്കാറില്ല. എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടൊക്കെ നടക്കും. ആളുകളോടൊക്കെ പോയിട്ട് വർത്തമാനമൊക്കെ പറയും. അല്ലെങ്കിൽ പിള്ളേരിങ്ങനെ പഠിക്കണ കാണുമ്പോഴത്തേക്കും അവളും കൂടെ അങ്ങാടി ഇങ്ങോട്ടൊക്കെ ഇട്ട് ഓടി കളിച്ചുകൊണ്ടൊക്കെ ഇങ്ങനെ നടക്കും. അപ്പോൾ സാറിനും ഭയങ്കര കാര്യമൊക്കെയാണ്. ക്ലാസ് കഴിയാറായി, 4:30 ആകാറായി. അപ്പോൾ സാറിങ്ങനെ ഓരോന്നും പറഞ്ഞു കൊടുക്കുകയാണ് പിള്ളേർക്ക്. പൊന്നൂസ് അതും കണ്ടോടൊക്കെ ഇങ്ങനെ ആസ്വദിച്ചൊക്കെ ഇങ്ങനെ നടക്കുകയാണ്. ഇവിടെ വന്നാൽ സമയം പോണത് അറിയില്ല. അപ്പോൾ കരാട്ടെ ക്ലാസ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ തൊട്ടടുത്തുള്ള ബേക്കറിയിൽ വന്നേക്കുകയാണ്. അവൾക്ക് കട്ട്ലറ്റ് വേണമെന്ന് പറഞ്ഞു. പിന്നെ ലിച്ചിയുടെ ഒരു ജ്യൂസാണിത്. പിന്നെ ബേക്കറിയുടെ ഓപ്പോസിറ്റ് തന്നെ ഒരു ലേഡീസ് സ്റ്റോർ ഉണ്ടായിരുന്നു. അവിടെ കയറിയിട്ട് ഞാൻ എൻ്റെ കമ്മലിൻ്റെ ബട്ടൺസ് പോയായിരുന്നു. ഇന്ന് കമ്മലൊക്കെ ഒന്ന് കഴുകി ജസ്റ്റ്. അപ്പോൾ അതിൻ്റെ ബട്ടൺസ് പോയി. അപ്പോൾ ഇന്ന് കൈയുടെ ബട്ടൺസും കൂടി മേടിച്ചു, ഇല്ലെങ്കിൽ കമ്മലിങ്ങനെ തൂങ്ങിക്കിടക്കൂലേ. പിന്നെ ഞങ്ങൾ സ്കൂളിൻ്റെ അവിടെ നിന്ന് ഒരു ഓട്ടോയും വിളിച്ചിട്ട് നേരെ മീൻ കടയിലോട്ട് പോവുകയാണ്. ഞങ്ങളങ്ങനെ മീൻ കടയിലെത്തി. ഓട്ടോ അവിടെ വെയിറ്റിംഗ് ആണ്. ഈ കാണുന്ന മീനൊന്നുമല്ല ഞാൻ മേടിച്ചത് അവരവിടെ മുറിച്ച് വെച്ചിട്ടുണ്ട്. കേരമീനാണ് ഞാൻ മേടിച്ചത്. അപ്പോൾ മുറിച്ച മീനാണല്ലോ, അപ്പോൾ നമുക്ക് എളുപ്പമല്ലേ. അപ്പോൾ വീട്ടിൽ പോയിട്ട് കറി മാത്രം ഉണ്ടാക്കിയാൽ മതിയല്ലോ. അപ്പോൾ ഞാൻ മുറിച്ച മീനാണ് ഇത്തവണയും മേടിച്ചേക്കണത്. കേരമീനാണ് മേടിച്ചത്. അപ്പോൾ നമുക്ക് കുടംപുളിയും മുളകൊക്കെ ഇട്ട് നല്ല അടിപൊളി ചാറുകറി അങ്ങോട്ട് ഉണ്ടാക്കാം. അങ്ങനെ ഞങ്ങൾ മീൻ മേടിച്ച് നേരെ വീട്ടിലേക്കാണ്. ഞാനും പൊന്നൂസും ഓൾറെഡി കുളിച്ച് ഫ്രഷ് ആയിട്ടൊക്കെ ആണല്ലോ പോയത്. അതുകൊണ്ട് ഞങ്ങൾ പിന്നെ കുളിക്കാനായിട്ട് നിന്നില്ല. പിന്നെ യുവക്കുട്ടി യുവക്കുട്ടിനെ വന്നപ്പോൾ തന്നെ ഞങ്ങൾ കുളിപ്പിച്ചു. പിന്നെ കഴിക്കാനൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ, ഓൾറെഡി ബേക്കറി കയറി ഫുഡൊക്കെ കഴിച്ചിട്ടല്ലേ വന്നത്. അപ്പോൾ വേറെ ഒന്നും വേണ്ട, വിശപ്പില്ല എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ 2 പേരും ഇരുന്ന് മറ്റേ മുട്ടയുടെ ട്രേ ഇല്ലേ, മുട്ട മേടിച്ചതാണ്, അത് തീർന്നു. അപ്പോൾ ആ ട്രേ എടുത്തിട്ട് അവൾ രണ്ടും കൂടി കത്രിക കൊണ്ട് ഇങ്ങനെ കളിക്കുകയാണ്. അവരങ്ങനെ കളിക്കട്ടെ എന്ന് വിചാരിച്ചു. ഞാൻ അപ്പോഴത്തേക്കും എൻ്റെ അടുക്കള പണിയിലോട്ട് കടന്നു. ഇതാണ് ഞാൻ മേടിച്ച കേരമീൻ. ഇത് ഇച്ചിരി വലിയ വലിയ പീസാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ ഇത്രയും വലിയ പീസൊന്നും എനിക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ ഇതൊന്നും കൂടി ചെറുതാക്കും. ഇപ്പോൾ കേര, ചൂര എന്നൊക്കെ പറയണ മീനൊക്കെ ഒരൊറ്റ തവണ കറി ഉണ്ടാക്കി വെച്ചാൽ പിറ്റേ ദിവസമൊക്കെ നമുക്ക് വെച്ച് കൂട്ടാം. പിന്നെ നാളത്തേക്ക് എന്ത് കറി ഉണ്ടാക്കും എന്ന് നമ്മൾ ടെൻഷൻ അടിക്കണ്ട. നമ്മൾ വീട്ടമ്മമാർക്കല്ലേ അതിനെക്കുറിച്ചൊരു ടെൻഷൻ ഉണ്ടാവുള്ളൂ. ഇതിപ്പോൾ ഒരു കറി ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നാളെ പിറ്റേ ദിവസമൊക്കെ നമുക്കങ്ങനെ എടുക്കാം, കേടാവില്ല. നല്ല മുളക് ചാറല്ലേ, കുടംപുളിയൊക്കെ ഇട്ടുള്ള മുളക് ചാറാണ് ഉണ്ടാക്കണത്.
അപ്പോൾ മല്ലിയൊക്കെ ഇട്ടിട്ട് അപ്പോൾ കേടാവാണ്ടിരുന്നോളും. അപ്പോൾ അതാ മീൻ നല്ലോണം വിനാഗിരി ഉപ്പൊക്കെ ഇട്ട് കഴുകി ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം പോകാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. പിന്നെ മസാലക്കൂട്ടുകളും സവാളയും വെളുത്തുള്ളിയൊക്കെ നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി കറി ഉണ്ടാക്കുന്നതിലോട്ട് കിടക്കണം. കേരമീൻ എങ്ങനെയാണ് ഞാൻ കറി ഉണ്ടാക്കുന്നതെന്നുള്ളത് ഓൾറെഡി വീഡിയോ ഇട്ടിട്ടുണ്ട്. കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ കണ്ടു നോക്കണം. അതുകൊണ്ട് ഞാനിപ്പോൾ പറയണില്ല, പറയാൻ സമയമില്ല ഗായ്സ്. ഇതാ ഇപ്പോൾ നമ്മുടെ കേരക്കറി റെഡി ആയിട്ടുണ്ട്. നല്ല തിളച്ച് മറിയനാണ്. കൊടംപുളിയും ഒക്കെ ഇട്ട് വെച്ച് നല്ല അടിപൊളി മീൻകറിയാണ്. അവസാനം ഇച്ചിരി പച്ചവെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കറി സെറ്റായി. അവരുടെ കളിയൊക്കെ കഴിഞ്ഞായിരുന്നു. ലാസ്റ്റ് അവർ കീറിയിട്ടതൊക്കെ അവർ തന്നെ അടിച്ചു വാരുകയാണ്. അതൊക്കെ എപ്പോഴും ഉള്ളത് തന്നെയാണ്, ഞാൻ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. അവരെന്തൊക്കെ ചെയ്തിട്ടാലും അവർ അവരുടേതായ സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് വെക്കേണ്ടടുത്ത് വെക്കും. പിന്നെ ഇങ്ങനെ വല്ല ചീത്തക്കേക്ക് ഇങ്ങനെയൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ, പേപ്പറൊക്കെ കീറിയിട്ടുണ്ടെങ്കിൽ തന്നെ അവർ അടിച്ചു വാരിയൊക്കെ അവർക്ക് പറ്റണ പോലെയൊക്കെ അവർ ചെയ്തു വെച്ചോളും. അതിനെ ബുദ്ധിമുട്ടിക്കാറില്ല. ഞാൻ അങ്ങനെ മീൻകറിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഒന്ന് അടുക്കള ഭാഗത്തോട്ട് ഇറങ്ങിയതാണ്. ഇടികുടുങ്ങണ ഉണ്ടായിരുന്നു, പിന്നെ മഴക്കാറും ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ആസ്വദിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. നല്ല ചൂടുണ്ട് ഗൈസ്. മഴ പെയ്യാനുള്ള ഒരു ഇതിലാണെന്ന് തോന്നുന്നു. പിന്നെ അതായത് ഞങ്ങളുടെ ഒരു കോഴിയേ ഉള്ളൂ ഗൈസ്. ഒരു ബ്ലാക്ക് കോഴി ഉണ്ടായിരുന്നു, പക്ഷേ അത് കഴിഞ്ഞ ദിവസം മരിച്ചു പോയി. അതുകൊണ്ട് ഭയങ്കര സങ്കടത്തിലാണ്. പിന്നെ പൂവൻകോഴി ഉണ്ട് കേട്ടോ. പൂവൻകോഴിയും ഈ ഒരു പിടക്കോഴിയും പിന്നെ വേറൊരു പിടക്കോഴിയാണ് ഉണ്ടായിരുന്നത്. ആ ഒരു പിടക്കോഴിയാണ് മരിച്ചത് ഗൈസ്. അപ്പോൾ അതങ്ങനെ പോയി. അങ്ങനെ ഞാൻ അകത്തേക്ക് വന്നു. കുറച്ച് തുണിയൊക്കെ മടക്കി വെക്കാനുണ്ടായിരുന്നു. കൈയുടെ തുണിയൊക്കെ അങ്ങോട്ട് മടക്കി വെച്ചു. പിന്നെ മീൻകറി സെറ്റായല്ലോ, അപ്പോൾ പിന്നെ ചോറും കൂടി ഇനി സെറ്റാക്കണം. അപ്പോൾ ചോറിനുള്ളത് കുക്കറിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ആവട്ടെ. ഇതാ നമ്മുടെ കറി ഇവിടെ റെസ്റ്റ് ചെയ്ത് ഇപ്പുണ്ട്. ഇത് മൂടി വെച്ച് ചാണ്ടാ ഇപ്പം നിങ്ങളെ കാട്ടാൻ വേണ്ടി തുറന്നതാണ്. അപ്പോൾ മീൻകറി സെറ്റാണ്. ഇനി ചോറും കൂടി സെറ്റായാൽ നമുക്ക് കോരി വെക്കാം ചോറ്. അങ്ങനെ അവരുടെ കളിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ യുവക്കുട്ടിക്ക് പഠിക്കാനുള്ളത് കൊടുത്തായിരുന്നു. യുവക്കുട്ടി പഠിക്കുകയാണ്. വന്നു കഴിഞ്ഞാൽ ഉടനെ ഞാൻ പഠിക്കാൻ നിർത്താറില്ല. അവർക്ക് അവരുടേതായ കുറച്ച് സമയം ഞാൻ കൊടുക്കും. എന്നിട്ട് അവർ ഓക്കെ എന്ന് പറയുമ്പോഴത്തേക്കും, പഠിക്കാൻ ഓക്കെ ആണെന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ ഇരുത്തും. അങ്ങനെയാണ്. അപ്പോൾ അവളെ പഠിപ്പിക്കുന്ന ടൈമിൽ ഞാനൊരു ഇച്ചിരി ചായയും കൂടി വെച്ച് കുടിച്ചായിരുന്നു. ഇനി പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. യുവക്കുട്ടി പഠിക്കുകയാണ്. അപ്പോൾ അവളുടെ അടുത്ത് ഇങ്ങനെ ഇരിക്കുകയാണ് ഞാൻ. പൊന്നുസ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇരിപ്പുണ്ട്. പിന്നെ ഇനി പ്രത്യേകിച്ച് പണികളൊന്നുമില്ല. ആദർശ് വന്നിട്ടില്ല. ആദർശിന് ഭയങ്കരമായിട്ട് ലേറ്റ് ആവും. പെയിൻറ്റിങ് വർക്കാണ്. അപ്പോൾ ഇന്ന് ഭയങ്കരമായിട്ട് ലേറ്റ് ആവും എന്നാണ് പറഞ്ഞത്. പിന്നെ കുക്കറിൻ്റെ എയർ പോയപ്പോഴത്തേക്ക് ഞാൻ ചോറ് വന്ന് കോരി വെച്ചായിരുന്നു. കൈയോടെ ഞാൻ പിള്ളേർക്ക് ചോറ് കൊടുക്കുകയാണ് കേട്ടോ. ഇവിടെ ഇടിയൊക്കെ കുടുങ്ങണുണ്ട്, മഴയൊക്കെ ചെറുതായിട്ട് പൊടിയണുണ്ട്. ഇനി പെട്ടെന്ന് കറണ്ടൊക്കെ പോയാലോന്ന് ഓർത്തിട്ട് ഞാൻ പിള്ളേർക്ക് ചോറ് കൊടുക്കാൻ പോവാണ്. 2 പേർക്കും കുടംപുളി ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ടാണ് 2 പേർക്കും ഓരോന്ന് എടുത്തേക്കണത്. ഞാൻ ഇപ്പോൾ കഴിക്കണില്ല. ഞാൻ ആവശ്യം കൂടി വന്നിട്ടേ കഴിക്കുള്ളൂ. ഒരാൾ വരാണ്ട് നമ്മൾ എങ്ങനെ സമാധാനത്തോടെ കഴിക്കണമല്ലേ. അപ്പോൾ വീട്ടിലിരിക്കണവർക്ക് അങ്ങനെ പറ്റില്ലല്ലോ, അങ്ങനെ കഴിക്കാൻ പറ്റില്ല. അപ്പോൾ പുള്ളി വരട്ടെ. അങ്ങനെ പിള്ളേർക്ക് ഫുഡൊക്കെ കൊടുത്തു. അവർ കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഹാളിൽ. അപ്പോൾ ഞാൻ പുറത്ത് ചുമ്മാ വന്നതാണ്. മഴ ജസ്റ്റ് പൊടിയണുണ്ട്, ഇടി കുടുങ്ങണയൊക്കെ ഉണ്ട്. വലുതായിട്ടൊന്നും പെയ്തില്ല. അപ്പോൾ ഭയങ്കര ചൂടായിരിക്കും മിക്കവാറും. നാളെ മാർച്ച് 19 യൗസേപ്പിതാവിൻ്റെ തിരുനാളാണ്. അപ്പോൾ നാളെ വൈകുന്നേരമാണെങ്കിലും ഒന്ന് പള്ളിയിൽ പോകണമെന്നാണ് ആഗ്രഹിക്കണത്. പറ്റുമോയെന്ന് അറിയില്ല. അപ്പോൾ പോവുകയാണെങ്കിൽ ഞാൻ വീഡിയോ ഇടാട്ടാ. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്കുക. നിങ്ങൾ ഫുഡൊക്കെ കഴിച്ചോ? അവിടെ മഴയൊക്കെ ഉണ്ടോ? കമൻ്റൊക്കെ ചെയ്യണേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഞങ്ങളുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കണോ. വൈകുന്നേരം തൊട്ട് ഈ രാത്രി വരെയുള്ള കൊച്ചു കൊച്ചു വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമായി എന്നാണ് വിചാരിക്കണത്. അപ്പോൾ പുതിയ പുതിയ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റാ, ബൈ ബൈ, ഗുഡ് നൈറ്റ്, ബൈ.